ആചാരപ്പെരുമയിൽ ആറന്മുള ക്ഷേത്രത്തിലേക്കുള്ള ഓണവിഭവങ്ങളുമായി മങ്ങാട്ടില്ലത്ത് നിന്നും അകമ്പടി തോണി പുറപ്പെട്ടു. മങ്ങാട്ടില്ലത്തെ അനൂപ് നാരായണ ഭട്ടതിരിക്കാണ് ഇത്തവണത്തെ തിരുവോണ തോണിയേറാനുള്ള നിയോഗം. 3 ദിവസങ്ങൾക്ക് ശേഷം തിരുവോണ നാളിൽ തോണി ആറന്മുളയിൽ എത്തും. പതിവുകൾക്ക് മുടക്കമില്ല. തിരുവാറന്മുള അപ്പനുള്ള ഓണവിഭവങ്ങളുമായി മങ്ങാട്ടില്ലത്ത് നിന്നും തോണി പുറപ്പെട്ടു. മങ്ങാട്ടില്ലത്ത് ആറന്മുളയപ്പന് നിത്യപൂജ അർപ്പിച്ച ശേഷമായിരുന്നു യാത്ര. രാവിലെ 11:45 കുമാരനല്ലൂർ മങ്ങാട്ടുകടവിൽ നിന്ന് അനൂപ് നാരായണ ഭട്ടതിരി യാത്ര പുറപ്പെട്ടു. 3 തുഴച്ചിൽക്കാരും ഒപ്പമുണ്ട്. എല്ലാ ചിങ്ങത്തിലും മൂലം നാളിൽ നമ്മൾ ഇവിടുന്ന് പുറപ്പെട്ട് കാട്ടൂർ എത്തിക്കഴിഞ്ഞാൽ അവിടുത്തെ ക്രിസ്ത്യാനിയർ എല്ലാവരും കൂടി 18 തറവാട്ടുകാരുണ്ട്. അവരെല്ലാവരും അരി പച്ചക്കറികളൊക്കെ ആയിട്ട് നമ്മൾ തിരുവോണത്തോണിയിലേറി ഉത്രാട സന്ധ്യയ്ക്ക് പുറപ്പെടും. അവിടെ തിരുവോണത്തിൻ്റെ അന്ന് വെളുപ്പിന് ഒരു 5-6 മണിയാകുമ്പോൾ മതിക്കടവിലെത്തിയാൽ നമ്മൾ തൃക്കാട്ടൂർ അമ്പലത്തിൽ നിന്നൊരു വിളക്ക് എടുക്കുന്നുണ്ട്. ആ വിളക്കാണ് ആറന്മുള ശ്രീകോവിലേക്ക് വരുന്ന ഒരു വർഷത്തേക്കുള്ള കിടാവിളക്കിലേക്ക് നമ്മൾ കൊളുത്തുന്നത്. ചുരുളൻ വള്ളത്തിൽ മീനച്ചിലാറും കൊടൂരാറും കടന്ന് വേമ്പനാട്ടുകായൽ താണ്ടിയാണ് ആറന്മുളയിലേക്കുള്ള യാത്ര. ആദ്യ ദിവസം ചക്കുളത്തുകാവിൽ വിശ്രമിക്കും. പിന്നെ പമ്പയാറ്റിലൂടെ കാട്ടൂരിലെത്തും. ഉത്രാട ദിനത്തിൽ അവിടെ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഉച്ചപൂജയിൽ പങ്കെടുത്ത ശേഷമാണ് തിരുവോണ നാളിൽ ആറന്മുളയിലെത്തുക. തിരുവോണ ദിവസത്തെ പൂജകളിലെല്ലാം പങ്കെടുത്ത ശേഷമാണ് ഭട്ടതിരിയുടെ മടക്കം. മാതൃഭൂമി ന്യൂസ്, കോട്ടയം.